നമ്മുടെ നൂർജഹാൻ താത്ത മരിച്ചുപോയി. ഇന്നലെ ഇബ്രാഹിം കുട്ടിക്ക് മരിച്ചു എന്നറിഞ്ഞ അന്നേരം കയറി കിടന്നതാ. പിന്നെ ആ കണ്ണുകൾ തുറന്നിട്ടില്ല. പോട്ടടോ, പോട്ടെ. അവരിനി ആരും കാത്താ ജീവിക്കണ്ടേ? കാത്തിരുന്നവൻ ആദ്യം പോയില്ലേ? പോട്ടെ, എല്ലാവരും പോട്ടെ. لا إله إلا الله 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 لا إله إلا الله. എന്താ മോളെ? അച്ഛനെ കണ്ടായിരുന്നോ? നീ കണ്ടിരുന്നോ? ഡോക്ടറെ കടവത്തൊന്നും കണ്ടില്ലല്ലോ. ചിലപ്പോ കബറടക്കത്തിന് പള്ളിക്കാട്ട് പോയിട്ടുണ്ടാവും. നിങ്ങൾ ചെന്ന് നോക്ക്. ഈശ്വര, സുബ്ബലക്ഷ്മി, സുബ്ബലക്ഷ്മി, എന്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. കതക് തുറക്കാൻ. സുബ്ബലക്ഷ്മി, കതക് തുറക്ക്. സമാധാനായില്ലേ നിനക്ക്? കല്യാണത്തിന് കൂടിയവരുടെ മുന്നിൽ കിട്ടിയില്ലേ നിനക്ക് പത്താസ്? ഇനി പായലത്തെ വീട്ടിൽ ചെന്ന് ഞാൻ എന്താ പറയേണ്ടതെന്ന് നീ ഒന്ന് പറഞ്ഞതാ. ഞാൻ പിന്നോട്ടത് ഇവിടെ കുത്തിയിരുന്നതാ. എനിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. പോരാ നേരത്തെ കഴുത്തിലുണ്ട്. എന്നിട്ട് എവിടെ പോയി? ഒന്നും രണ്ടും അല്ല, 10 പവനാ, 10 പവൻ. സാധാരണക്കാരന്റെ ജീവനേക്കാൾ വിലയാ ഇന്ന് സ്വർണത്തിന്. പറയേ, ഞാൻ എന്താ തങ്കമണിയോട് പറയണ്ടേ? അതോ എല്ലാവരും കൂടെ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യണോ? അതിനും നീ സമ്മതിക്കില്ല എന്ന് എനിക്കറിയാം. കാരണം ഏത് ചിതയിലും തള്ളിയിടാൻ നിനക്കൊരാളുണ്ടല്ലോ, ഈ ഞാൻ. സർ, ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് എന്നെ വിളിക്കൂ. സാധനം ഞാൻ ഇറക്കി തരാം. ഓക്കെ, താങ്ക് യു സർ. ശരി. ഇതാര്? ഡോക്ടറോ? വരണം വരണം. എടി തങ്കം, ഡോക്ടർ വന്നടി. നിന്റെ മാലയും കൊണ്ട്. തങ്കം, പെട്ടെന്ന് വാടി. ഇരിക്കൂ. പൈനാപ്പിൾ കഴിക്കാൻ ഡോക്ടർ. ഇന്ന് 100 കൂട്ടം പണിയുണ്ടായിരുന്നു. ശരീരത്തിനൊരു സുഖക്കുറവ്, അതുകൊണ്ട് ഞാൻ പോയില്ല. ആ ഡോക്ടറോ, കല്യാണമൊക്കെ കഴിഞ്ഞു അല്ലേ? ഞാൻ കണ്ടിരുന്നു സുബ്ബലക്ഷ്മി മക്കളും പോകുന്നത്. സത്യത്തില് എന്നെക്കാളും ആ മാല ഇണങ്ങുന്നത് സുബ്ബലക്ഷ്മിക്കാ. നീ ഡോക്ടർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്ക. വേണ്ട, ഞാനൊരു വിഷമം പറയാൻ വന്നതാ. ഡോക്ടർക്ക് വിഷമോ? എന്നോട് പറഞ്ഞോളൂ. എന്നെ ഒരു അനുജനായിട്ട് കരുതിയാ മതി. എന്നോട് ക്ഷമിക്കണം. ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുപോയ മാല സുബ്ബലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് കൈമോശം വന്നു. എന്താ ഡോക്ടർ ഈ പറയുന്നത്? സത്യ, ആ മാല കളഞ്ഞുപോയി. ആരോട് ചോദിച്ചിട്ടാണ് ഈ കഴുത്തി കിടന്ന മാല നീ ഊരി കൊടുത്തത്? ഞാൻ ഈ വീട്ടിലുള്ള ആളല്ലേ? എന്നോടൊരു വാക്ക് ചോദിച്ചൂടായിരുന്നോ? 10 പവനാണ്. അതെ, ഞാൻ. ഡോക്ടർ ഒന്നും പറയണ്ട. അവിടെ 50,000 സ്ക്വയർ ഫീറ്റിന്റെ വീട് പണി നടക്കുക. എന്നിട്ട് ഒരു തരി സ്വർണം ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ടില്ല. നിങ്ങൾ തമ്മിൽ വഴക്കടിക്കണ്ട. എനിക്കൊരു 2 ദിവസം സമയം തന്നാ മതി. എനിക്കൊന്നും കേൾക്കണ്ട. കൊടുത്തവരും വാങ്ങിച്ചവരും തമ്മിൽ ആയിക്കോ. എന്താന്ന് വെച്ചാൽ മാറി ഇങ്ങോട്ട്. കഷ്ടപ്പെട്ട് കാശുണ്ടാക്കുന്നതിന്റെ വില മറ്റുള്ളവർക്ക് അറിയണ്ടല്ലോ. തങ്കമണി, ഞാനാ പറയണേ. 2 ദിവസത്തിനുള്ളിൽ ഞാൻ കൊണ്ടുവന്ന് തരാം. അതുവരെ ഒന്ന് ക്ഷമിക്കണം.
ആ, അല്ല ഇതാര് ഡോക്ടറോ? ഇരിക്കണം. ഞാൻ കരുതി ഡോക്ടർ നമ്മളെയൊക്കെ മറന്നു കാണുമെന്ന്. അമ്മ ഇന്നും ഡോക്ടറുടെ മരുന്ന് എന്നാ തുടരുന്നേ. ഹോമിയോ ഡോക്ടർ ഭാർഗവൻ പിള്ളയായിട്ട് നീട്ടിത്തന്ന ആയുസ് നീ ആയിട്ട് ഇല്ലാതാക്കുമോടാ എന്നാ അമ്മയുടെ ചോദ്യം. ഗോവിന്ദൻകുട്ടി എനിക്കൊരു ഉപകാരം ചെയ്യണം. ഡോക്ടർ പറഞ്ഞാ മതി. എന്താ വേണ്ടത്? എൻ്റെ അയൽവക്കത്തെ വീട്ടിലെ കല്യാണ ആവശ്യത്തിന് കുറച്ച് സ്വർണം വേണം. 2-3 ദിവസം കഴിഞ്ഞേ ഗൾഫിൽ നിന്ന് പണം വരൂ. ഞാൻ ഗ്യാരണ്ടി നിൽക്കാം. പോരാത്തതിന് എൻ്റെ ചെക്കോ മുദ്രപത്രോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഗോവിന്ദൻകുട്ടിക്ക് തരാം. ഡോക്ടർ ഇങ്ങനാണോ എന്നോടൊരു സഹായം ചോദിക്കേണ്ടത്? ഡോക്ടറുടെ ആവശ്യം അറിയിച്ചാൽ ഈ പറഞ്ഞ സ്വർണം ഞാൻ അങ്ങോട്ട് കൊടുത്തു വിടില്ലേ? ആ പ്രദീപേ, ഡോക്ടർക്ക് പുതിയ ഡിസൈൻ കാണിച്ചു കൊടുക്കുക. എത്ര പവനാ നോക്കുന്നേ? 10 പവന്റെ ഒറ്റമാലയാ. ഇതെല്ലാം ആ റേഞ്ചിലുള്ള മാലകളാ. തൂക്കം ഒരല്പം അങ്ങോട്ടും ഇങ്ങോട്ടും ആവാലോ അല്ലേ? ഓ, ദാ ഇത് മതി. ഈ മാല ഉം. 10 മിനിസും കാണും. ഇതൊന്ന് തൂക്കം നോക്ക്. ഓ, പത്ത് പവനും 1.5 ഗ്രാമുണ്ട്. ഇതെവിടുന്ന് സംഘടിപ്പിച്ചു എന്ന് എന്നോട് ചോദിക്കരുത്. കാരണം ഇതിൻ്റെ പേരിൽ ജയിലിൽ പോകേണ്ടി വന്നാലും അയൽവക്കക്കാരൻ്റെ മുന്നിൽ കടപ്പെടേണ്ട എന്നേ ഞാൻ കരുതിയുള്ളൂ. ആരാ? എവിടെന്നാ? കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നാ. കയറി വരൂ. ബാങ്കിൽ നിന്നെടുത്ത വായ്പയുടെ കാര്യത്തിൽ യാതൊരു പ്രതികരണവും ഇല്ലാത്തതുകൊണ്ട് ബാങ്ക് ഇപ്പൊ നടപടിയുടെ വഴിയില്ല. ആരാ വായ്പ എടുത്തേ? എന്താ ഈ പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഡോക്ടർ ഭാർഗവൻ പിള്ള നിങ്ങൾ തന്നെയല്ലേ? അതെ. 2 ലക്ഷം രൂപ വായ്പ എടുത്ത് നിങ്ങൾക്ക് മറക്കാം, ബാങ്കിന് മറക്കാൻ പറ്റില്ലല്ലോ. ഞാനൊരു ബാങ്കിൽ നിന്നും വായ്പ എടുത്തിട്ടില്ല. എനിക്കൊരു ബാങ്കുമായിട്ട് ഇടപാടില്ല. പിന്നെ ലോൺ തിരിച്ചു പിടിക്കാൻ ചെല്ലുമ്പോൾ ഞങ്ങൾ കേൾക്കുന്ന സ്ഥിരം പല്ലവിയത്. ഇതൊന്ന് വായിച്ചു കേൾപ്പിച്ചേ, ഡോക്ടർ ഒന്ന് കേൾക്കട്ടെ. പാലക്കാട് ജില്ലയിൽ മാണിക്കശ്ശേരി പഞ്ചായത്തിൽ 32-ാം വാർഡിൽ കെട്ടിട നമ്പർ 46/5 സ്ഥിരതാമസക്കാരനായ കേശവൻ പിള്ള വൈദ്യർ മകൻ KP ഭാർഗവൻ പിള്ള സഹകരണ ബാങ്കിൽ നിന്നും ലോൺ നമ്പർ 412 2 ലക്ഷം രൂപ ചെറുകിട വ്യവസായത്തിനായി വായ്പ എടുക്കുകയും നാളിതുവരെ വായ്പയോ പലിശയോ തിരികെ അടയ്ക്കാത്തതുമായി ബന്ധപ്പെട്ട് കാര്യകാരണങ്ങൾ ബോധിപ്പിക്കുകയോ ചെയ്യാത്ത പക്ഷം ബാങ്കിന് പണം തിരികെ ലഭിക്കുന്നതിനായി ഇയാളുടെ തണ്ടപ്പേര് നമ്പർ 16701 സർവേ നമ്പർ 342/2 പെട്ടതുമായ 38 സെന്റ് സ്ഥലവും അതിൽപ്പെട്ട വസ്തുവകകളും ജപ്തി ചെയ്ത് ലേലത്തിൽ വെക്കുവാൻ ബാങ്ക് തീരുമാനിച്ചതായി അറിയിച്ചുകൊള്ളുന്നു. ഐ എം റിയലി സോറി മിസ്റ്റർ ഭാർഗവൻപിള്ള. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ബോർഡ് മെമ്പർമാരെയോ സീനിയർ മാനേജരെയോ കണ്ട് വിവരം ബോധിപ്പിക്കാം. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ഇത് ചതിയാ. പിള്ള സാർ അങ്ങനെ പറയരുത്. നോമിനേഷൻ ഒപ്പിട്ട കൂട്ടത്തിൽ ഇലക്ഷൻ പ്രചരണത്തിന് പണം ആവശ്യമായി വന്നാൽ എവിടെന്നെങ്കിലും പലിശക്കെടുക്കാൻ പാകത്തിന് ആ വീടിന്റെ ആധാരവും ചില രേഖകളും ഞാൻ ഒപ്പിട്ട് വാങ്ങുന്നത് ശരി തന്നെയാ. കൊട്ടും കൊടിയും തോരണവും ഒക്കെയായി ഇലക്ഷൻ പ്രചരണം പൊടി ഒടിച്ചപ്പോ രൂപ 2-2.5 ലക്ഷം മാറിയത് എല്ലാം സുബ്ലക്ഷ്മിക്ക് അറിയാലോ. ഇപ്പൊ എന്താ ഇങ്ങനെ പറയുന്നത്? യാതൊരു ചെലവുമില്ല, വെറുതെ ഒന്ന് നിന്ന് തന്നാ മതിയെന്നല്ലേ അന്ന് പറഞ്ഞത്? സത്യ. പക്ഷെ ആരെങ്കിലും ഓർത്തോ 8 നില പൊട്ടുന്നു? ഇപ്പോഴും പിള്ള സാറിനെ ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. ആ രേഖകളൊക്കെ ഒരു കൊള്ളപ്പലിശക്കാരന്റെ കയ്യിലല്ലല്ലോ ഞാൻ കൊണ്ടുപോയി കൊടുത്തത്. ഞാൻ പറഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ബാങ്ക് നടപടികൾ നിർത്തിവെക്കാൻ പറ്റും. പിള്ള സാറെ എവിടെന്നെങ്കിലും ഒന്ന് അടയ്ക്ക്. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനി എന്താന്ന് വെച്ചാൽ പിള്ള സാറ് ആലോചിക്കും. എനിക്ക് അർജന്റായിട്ടൊരു മീറ്റിംഗ് ഉണ്ട്, ഞാൻ ഇറങ്ങാം. ഞങ്ങളോട്
ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ പൊറുക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും പുറത്തു തരണമേ. ആമേൻ. ഇവൾക്കൊന്നുമില്ല. 2 ദിവസം തല കുളിക്കണ്ട. ശരി. പ്രാർത്ഥന കഴിഞ്ഞോ? മദറിനെ ഒന്ന് കണ്ടിട്ട് പോകാലോന്ന് വെച്ചാ. ഡോക്ടർ അങ്ങോട്ട് ചെന്നോളൂ, മദർ ഇപ്പൊ വരും. ഓ, ഇതൊക്കെ ഒന്ന് എടുത്തു വെച്ചേക്ക്. ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. എന്തുപറ്റി? മുഖത്ത് നല്ല വിഷമമുണ്ടല്ലോ. വിഷമമില്ലാതില്ല. പറയൂ. പറയാനുള്ളത് മറ്റൊന്നുമല്ല. പഴയതുപോലെ ഇത്രയും ദൂരം സഞ്ചരിച്ച് ഇവിടുത്തെ കുട്ടികളുടെ കാര്യം നോക്കാൻ എനിക്ക് തുടർന്ന് കഴിഞ്ഞൊന്നും വരില്ല. മദർ മറ്റൊരു ഡോക്ടറെ കൂടി. ഫിനാൻഷ്യൽ പ്രശ്നങ്ങളാണോ ഡോക്ടറെ അലട്ടുന്നത്? ഞാൻ ബിഷപ്പിനോട് പറഞ്ഞ് മാസശമ്പളം ആക്കാം. കഴിഞ്ഞ 16 വർഷം ഈ അനാഥ കുട്ടികളെ ഞാൻ ചികിത്സിച്ചത് കാശിനു വേണ്ടിയായിരുന്നു. ഞാൻ അതല്ല അർത്ഥമാക്കിയത്. അറിയാം. എൻ്റെ ആരോഗ്യമുള്ളിടത്തോളം കാലം ഞാനിവിടെ ഉണ്ടാവും. എന്നാലും മദറും മറ്റൊരാളെ കൂടി കണ്ടോളൂ എന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഞാൻ ഇറങ്ങട്ടെ മദറെ. ആ ജെയിംസോ? ഞാനൊരു സന്തോഷം കൊണ്ടാ വന്നിരിക്കുന്നത്. സുബലക്ഷ്മിയുടെ കരച്ചിൽ കണ്ടിട്ട് എന്റെ പെമ്പറന്നോത്തി ഏതൊക്കെ പുണ്യാളന്മാർക്ക് മെഴുകുതിരി കത്തിച്ചു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഏതായാലും ഇന്നലെ ഗാർഡനിൽ നിന്നാ മാല കിട്ടി. ദാ ജെയിംസേ, എനിക്കിത് വിശ്വസിക്കാൻ കഴിയണില്ല. എടോ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. അത് ഈശ്വരന്മാർക്കറിയാം. താൻ കയറിയിരിക്കെ, ഞാൻ സുബലക്ഷ്മിയെ വിളിക്കാം. എന്റെ മകളും മരുമകനും ഇന്ന് സിംഗപ്പൂരിലേക്ക് പോകാൻ നിൽക്കുകയാണ്. പിള്ളസാറിന്റെ വിഷമം എനിക്ക് അറിയാവുന്നതുകൊണ്ടാ ഞാൻ ഇപ്പൊ തന്നെ ഓടിയെത്തിയത്. ഞാൻ ഇറങ്ങാം. ഗോവിന്ദൻകുട്ടി ഇവിടെ ഉണ്ടാവുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. കയ്യോടെ ഇടപാട് തീർത്തേക്കാമെന്ന് കരുതി. ഡാ ഗോവിന്ദൻകുട്ടി, ഇത് എത്ര വരുമെന്ന് നോക്കി ബാക്കി തരാനുള്ളത് കൂടി പറഞ്ഞാൽ ആ പണം ഞാൻ വാങ്ങിച്ചു തരാം. ഇപ്പൊ ഇതിനായിട്ട് ഡോക്ടർ ഉടൻ വരെ വരേണ്ടിയിരുന്നില്ല. ആ പ്രദീപേ, സർ, ഇത് എത്ര വരും നോക്കിയേ. എന്നിട്ട് ഡോക്ടറുടെ കണക്കും കൂടിയും കൊണ്ടുപോവാ. ശരി. സ്വർണത്തിന്റെ വില പോണ പോക്ക് കണ്ടില്ലേ? ഇത് ഇങ്ങനെ പോയാൽ എവിടെ ചെന്ന് അവസാനിക്കുക? സാർ ഒന്ന് അത്തേക്ക് വരാമോ? ആ വിനു, ഡോക്ടർക്ക് ചായ കൊടുക്ക്. ഡോക്ടർ ഒന്ന് വരുമോ? ഡോക്ടർക്ക് ആരാ ഈ മാല തന്നത്? എന്താ പ്രശ്നം? സാറേ, അത് 1 ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ മുക്ക, തനി മുക്ക്. മുക്കുമാല കൊണ്ടുവന്ന് പറ്റിക്കാൻ നോക്കി ഈ വിദ്വാനെ പോലീസിലേൽപ്പിക്കണം. ഡോക്ടർ അറിഞ്ഞുകൊണ്ട് എന്നോട് ഇത് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാനിപ്പോ പോലീസിനെ വിളിക്കുമായിരുന്നു. ഗോവിന്ദൻകുട്ടി, എന്റെ മാനം കെടുത്തരുത്. ചതിച്ചതാ എന്നെ. ആയിക്കോട്ടെ, ഡോക്ടർ എത്രയും പെട്ടെന്ന് നമ്മൾ തമ്മിലുള്ള ഇടപാട് തീർക്കണം. എനിക്ക് മറ്റൊന്നും പറയാനില്ല. എടാ, ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കണം കേട്ടോ. ക്യാമറ ഉണ്ടായിരുന്നു, നന്നായിട്ട് എടുത്തു. മന്ത്രി വിളിച്ചില്ലായിരുന്നു. ഇവരെ പോലെയുള്ളവരെയൊക്കെ വനിതാ പോലീസിലെടുത്ത സർക്കാരിന് പറഞ്ഞാൽ മതിയല്ലോ. വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ ആളെന്തരം നോക്കി വേണ്ടല്ലോ കൊടുക്കാൻ.
ഒരു ഹൗസ് ഓണർ തന്നെ പിടിച്ച് അകത്തിരണ്ടതാ. ഫോട്ടോ എടുത്തോ? SI ചാടുന്ന കണ്ട ഞാനും ഇതിനകത്ത് പങ്കാളിയാണെന്ന് തോന്നുന്നു. കോടിക്കണക്കിന് രൂപയുടെ മുക്കുപണ്ടങ്ങളാ കേരളത്തിലെ പല പല ബാങ്കുകളിലെ ഈ വിദ്വാൻ പണയം വെച്ചിരിക്കുന്നത്. കണ്ടാൽ എന്തൊരു മാന്യൻ. എന്തെങ്കിലും ഒന്ന് പറയൂ. അയ്യോ, എനിക്കിങ്ങനെ ഇരിക്കണ കാണാൻ വയ്യ. എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? തെക്ക് ഭാഗത്തെ പറമ്പ് കൊടുക്കണമെങ്കിൽ നമുക്കതാവാം. അത്രയ്ക്കുള്ള പ്രശ്നങ്ങളല്ലേ നമുക്ക് മുമ്പിലുള്ളൂ. എന്തെങ്കിലും ഒന്ന് പറയൂ ഭാർഗവേട്ട. അച്ഛാ, വെള്ളം. മോളറിയാൻ അച്ഛൻ പറയാ, എരവ് വാങ്ങിയ മാലയണിഞ്ഞ് അമ്മ ഡോക്ടറുടെ ഭാര്യയായി. അത് കണ്ട് കല്യാണത്തിന് കൂടിയ നാട്ടുകാർ അമ്മയ്ക്ക് പത്രാസും നൽകി. പക്ഷേ അമ്മയും നാട്ടുകാരും മാത്രം അറിഞ്ഞില്ല കഴുത്തിലണിഞ്ഞിരിക്കുന്നത് മുക്കുപണ്ടമാണെന്ന്. പറയ്, എന്താ ഞാൻ നിനക്ക് പറഞ്ഞു തരേണ്ടത്? ഇനി എന്റെ അച്ഛൻ ഉറങ്ങുന്ന മണ്ണുകൂടി ഞാൻ വിൽക്കണമല്ലേ? ഇല്ല. ഭാര്യയുടെ അതിമോഹങ്ങൾക്ക് അത്ര കണ്ട് വില കൊടുക്കാൻ എന്നെ കൊണ്ടാവില്ല. എല്ലാവരും കൂടി വന്ന് ഇറക്കി വിട്ടോട്ടെ. ഹോമിയോ ഡോക്ടറും മക്കളും തെരുവിലായത് സ്വന്തം ഭാര്യ കാരണമാണെന്ന് പുറം ലോകം അറിയണ്ട. സത്യ, ഭാർഗവേട്ടൻ പറയുന്നതെല്ലാം സത്യ. വെറുത്തോ? ഭാർഗവേട്ടനെ എത്രത്തോളം വെറുക്കാമോ അത്രത്തോളം വെറുത്തോ. പക്ഷെ എന്നോളം വളർന്ന എന്റെ മകളെ മുൻനിർത്തി ഞാൻ പറയാം, കഴുത്തിൽ കെട്ടി തന്ന താലി കനം കുറഞ്ഞുകൊണ്ടിരുന്നത് എന്റെയും മക്കളുടെയും സാധാരണ ആവശ്യങ്ങൾക്കായിരുന്നിട്ട് പോലും ഞാൻ ഭാർഗവനോട് ഒരു പരാതിയും പറഞ്ഞിട്ടില്ല. ഞാൻ ചെയ്ത തെറ്റെന്താ? അല്പം പൊന്നിട്ട് കല്യാണത്തിന് പോകണമെന്ന് ആഗ്രഹിച്ചതോ? അതോ എന്റെ വിധി എന്റെ മക്കൾക്കുണ്ടാവരുതെന്ന് കരുതി ഭാർഗവേട്ടൻ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ചതോ? ഭാർഗവേട്ടനുള്ള സ്നേഹവും ബഹുമാനമൊക്കെ കൊണ്ട് 21 വർഷം അടക്കി വെച്ച എന്റെ ആഗ്രഹങ്ങൾ ഒരു നിമിഷം എന്റെ കൈവിട്ടു പോയത് തെറ്റായി പോയെന്ന് എനിക്കറിയാം. വെറുത്തോ? എന്നെ വെറുത്തോ? ആ ബാങ്കുകാര് കോടതിയും പോലീസൊക്കെ വീട്ടിലേക്ക് പോയി. ഇവൻ വന്ന് പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത്. എന്താ ഡോക്ടർ ഇതൊക്കെ? ആ തള്ളയും മക്കളും അവിടെ കാണും തള്ളതല്ലി കറിയ. ആ പലിശക്കാരനും സ്വർണ്ണക്കടക്കാരനും മറ്റാരൊക്കെയോ അങ്ങോട്ട് പോയിട്ടുണ്ട്.
എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? സാർ ഇവിടാണ് സാർ. സോറി മാഡം, വെറും 2.5 ലക്ഷം രൂപയ്ക്ക് വേണ്ടി ബാങ്കിന് ഇങ്ങനെ ഒരു നടപടി ചെയ്യേണ്ടി വന്നതിൽ വിഷമമുണ്ട്. ലേലം കഴിഞ്ഞ് ബാങ്കിന്റെ പണം ഈടാക്കി ബാക്കി തുക നിങ്ങൾക്ക് തന്നെ ലഭിക്കും. നിർത്താൻ. എന്റെ അച്ഛൻ ഉറങ്ങുന്ന മണ്ണായത്. ഇത് പൂട്ടി സീൽ വെക്കുന്നതിന് മുമ്പ് എനിക്ക് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. ഇത് കോടതിയാണ്, കോടതിക്ക് നിയമം നടപ്പിലാക്കണം. പക്ഷേ ബാങ്കിന് പണമാണ് സാറേ ആവശ്യം. ഈ നിൽക്കുന്ന എന്നെ സഹായിച്ചവർക്കും പണം വേണം. അതെന്റെ പക്കലുണ്ട്. ഇങ്ങനെ ഒരു ദിവസം വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പണം ഞാൻ സ്വരൂപിച്ചു വെച്ചിട്ടുണ്ട്. ഭാർഗവട്ട, എന്തായി പറയുന്നേ? എനിക്കിത് വിശ്വസിക്കാമോ? വിശ്വസിക്കണം. നീയും മക്കളും എന്നോട് പൊറുക്കണം. ഇനി നമ്മൾക്കൊരു അല്ലലും കൂടാതെ ജീവിക്കാം. മിസ്റ്റർ പിള്ള, കണക്ക് വെച്ച് കഴിഞ്ഞ സാധന സാമഗ്രികളൊന്നും ഇനി എടുക്കാൻ പറ്റില്ല. മാത്രമല്ല, ഇയാൾ വെറുതെ പറയുന്നതാ. ഇതിനുള്ളിൽ പണവും ഭണ്ഡാരവും ഒന്നുമില്ല. ഇതെവിടത്തെ ന്യായോ സാറേ? ഒരാൾക്ക് വീടിനകത്തിരിക്കുന്ന പണം എടുത്ത് ബാങ്കിൽ അടക്കണം, കടക്കാർക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ സമ്മതിക്കണ്ടേ? അതെങ്ങനെ? മിസ്റ്റർ പിള്ള എന്താണെന്ന് വെച്ചാൽ കയറി എടുത്തോളൂ. ജപ്തി നടത്താൻ ഇനി 1/2 മണിക്കൂറേ ബാക്കിയുള്ളൂ. ഏയ്, കഥ തുറക്കൂ. കഥ കുറ്റിയിടാൻ പാടില്ല. ഏയ് മിസ്റ്റർ പിള്ള, പറയുന്നത് കേൾക്കാൻ. കഥക് തുറക്കൂ. ഏയ്, കഥക് തുറക്കാനല്ലേ പറഞ്ഞത്? കഥക് തുറക്കാൻ. കഥക് തുറക്കൂ. കഥക് തുറക്കൂ. കഥക് തുറക്കാനാണ് പറയുന്നത്. കഥക് തുറക്കൂ. കഥക് തുറക്കാൻ. ഭാർഗവട്ട, കഥ തുറക്കാൻ. അയ്യോ, ഭാർഗവട്ട, കഥ തുറക്കാൻ. അയ്യോ, ആരെങ്കിലും പിള്ള സാറേ, തുറക്ക് പിള്ള സാറേ. വാതിൽ തുറക്ക് പിള്ള സാറേ. സാറേ, പിള്ള സാറേ. ഞാനും എന്റെ കുടുംബവും ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്റെ ഭാര്യയും മക്കളും ഈ കാലഘട്ടത്തിനൊത്ത് ഒന്ന് ജീവിക്കാൻ കൊതിച്ചു. അതിൽ ഞാൻ തോറ്റുപോയി. ഹോമിയോ ഡോക്ടർ ഭാർഗവൻ പിള്ള കടം കയറി ആത്മഹത്യ ചെയ്തു. ഭാർഗവട്ട, ഭാർഗവട്ട, ഭാർഗവട്ട. പിള്ള സാറേ. ഡോക്ടറെ, ഡോക്ടറെ, എന്താ പിള്ള സാറേ ഇത്? ഡോക്ടറെ, ഡോക്ടറെ, മാറ് മാറ്. പിള്ള സാറേ, നിങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റാണ്ടായി പോയില്ല സാറേ. നിങ്ങളെ കാണാൻ ആരൊക്കെയാണ് വന്നേക്കണേന്ന് നിങ്ങൾക്ക് കാണണ്ടേ? വാ സാറേ, വാ സാറേ. Come on.
ഞങ്ങളെ മനസ്സിലായില്ലല്ലേ? നീ എന്റെ അന്നയല്ലേ? നിനക്കല്ലേ ഞാൻ മരുന്ന് അയച്ചുകൊണ്ടിരുന്നത്? അതെ, ആ മരുന്നിന്റെ ഫലം ഒന്നുകൊണ്ട് മാത്രം ഇന്ന് ഞാൻ ഈ മുന്നിൽ നിൽക്കുന്നത്. മദർ സുപ്പീരിയറിൽ നിന്നെല്ലാം ഞാൻ അറിഞ്ഞു. ഈ കടവും കഷ്ടപ്പാടും ഒക്കെ നിങ്ങളോടൊക്കെ ഒന്ന് പറഞ്ഞോട്ടെ. ഈ നിൽക്കുന്ന മനുഷ്യൻ തന്റെ പ്രവർത്തികൾ പണമായി സ്വീകരിച്ചിരുന്നെങ്കിൽ നമുക്കൊക്കെ കാണാവുന്നതിലും വലിയ കോടീശ്വരനാകുമായിരുന്നു ഇദ്ദേഹം. അനാഥാലയത്തിൽ വളർന്ന എനിക്ക് സ്വന്തമെന്ന് പറയാൻ അച്ഛനായും അമ്മയായും ഡോക്ടറായും ഈ മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കോൺവെന്റുകളിലെ ജോലിയും പഠിപ്പുമായി പല പല നാടുകളിലേക്ക് പോവേണ്ടി വന്നെങ്കിലും മറക്കാൻ കഴിയുമായിരുന്നില്ല എനിക്ക് ഈ മനുഷ്യനെ. എന്റെ മോന് ജന്മം നൽകി ശരീരം തളർന്ന് ഞാൻ കിടന്നു പോയപ്പോ ലോകത്തിലെ വിലപിടിപ്പുള്ള ഏത് വൈദ്യശാസ്ത്രത്തിന് മുന്നിലും എന്നെ എത്തിക്കുവാൻ എന്റെ ഭർത്താവിന് കഴിയുമായിരുന്നു. പക്ഷെ എന്റെ മനസ്സിൽ ഒരു ഡോക്ടറെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ജന്മം എനിക്ക് തിരികെ തന്നതിന് ഞാൻ എന്താ ഡോക്ടർക്ക് ചെയ്യേണ്ടത്? ബാങ്കിന്റെയും ഈ നിൽക്കുന്ന കടക്കാരുടെയും എല്ലാ ബാധ്യതകളും ഞാൻ തീർക്കാം. പക്ഷെ അതല്ല ഞാൻ പറയുന്നത്. എന്റെ ഹസ്ബൻഡിന്റെ ആഗ്രഹം ഡോക്ടർ ഞങ്ങളോടൊപ്പം കൽക്കട്ടയ്ക്ക് വരണം. നമുക്കവിടെ ഹോസ്പിറ്റൽ തുടങ്ങാം. വേണ്ട, ഞാൻ ഇവിടെ നിന്ന് വന്നാൽ എന്റെ ശേഖരനും ദാക്ഷായണിയമ്മയ്ക്കൊക്കെ 20 രൂപയ്ക്ക് മരുന്ന് നൽകാൻ ആളില്ലാതാവും. മതി, എനിക്ക് നിന്റെ മനസ്സ് കാണാൻ കഴിഞ്ഞല്ലോ, അത് മതി. ഞാൻ ചികിത്സിച്ചതൊക്കെ രോഗം മാറാൻ വേണ്ടി മാത്രം, അല്ലാതെ പ്രതിഫലത്തിനായിട്ടല്ല. Really? Doctor, you're very innocent. Right, Dr. Innocent Tanner.